ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പൂജ നടത്താനായി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. സച്ചിയും അർച്ചനയും അനൂപും അവന്തികയും. നന്ദൻ വരാത്തതിന്റെ വിഷമം സച്ചിക്കും അർച്ചനയ്ക്കും ഉണ്ടെങ്കിലും നന്ദൻ വരാത്തത് എന്തുകൊണ്ടും നന്നായി എന്നുള്ള രീതിയാണ് അവന്തികയ്ക്ക്. അങ്ങനെ സച്ചിയും അർച്ചനയും അവന്തികയും എല്ലാം തന്നെ മല കയറാനായി ആരംഭിക്കാൻ പോവുകയാണ്. അതേസമയം ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. വേറൊരു കാറിൽ കുറെ ഗുണ്ടകൾ കൂടി വന്നിറങ്ങുന്നത് കാണുമ്പോൾ അർച്ചന ഭയത്തോടെ അവരെ നോക്കുന്നു. ഇത് കാണുന്ന ഒരാൾ പറയുകയാണ്, സ്ത്രീകൾ ആരെങ്കിലും മല കയറാൻ വന്നാൽ ഉടൻ തന്നെ അവർക്ക് വിവരം ലഭിക്കും. തരം കിട്ടിയാലേ അവര് ആക്രമിക്കുകയും ചെയ്യും. അങ്ങനെ അയാളുടെ ഒപ്പം അർച്ചനയും സച്ചിയും അവന്തികയും മല കയറാൻ ആരംഭിക്കുകയാണ്. അതേസമയം മൂർത്തി ഷൺമുഖത്തിന്റെ ഫോണിലേക്ക് അർച്ചനയുടെയും സച്ചിയുടെയും കൂടിയുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഷൺമുഖവും സംഘവും അർച്ചനയുടെയും മറ്റുമൊക്കെ അടുത്തെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവര് കുറച്ചു കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് സ്വാമിമാരിരിക്കുന്നത് കാണുകയാണ്. അർച്ചനയും സച്ചിയുമൊക്കെ കണ്ടയുടൻ തന്നെ അവര് പറയുകയാണ്, കാട്ടുകൊള്ളക്കാരും വന്യമൃഗങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണിത്. നിങ്ങളെ ഭയപ്പെടുത്താനായി പറയുന്നതല്ല, നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രം. അങ്ങനെ അർച്ചനയും സച്ചിയും അവന്തികയും കൂടി വീണ്ടും മുകളിലേക്ക് കയറാൻ നേരം ഇടയ്ക്ക് വെച്ച് അവന്തികയും അർച്ചനയും കാണാതെ പോവുകയാണ്. സച്ചി അവരെ തേടി നടക്കുമ്പോൾ ഷൺമുഖത്തിന്റെയും സംഘത്തിന്റെയും പിടിയിലാവുകയാണ് സച്ചി. പിന്നീട് കാണിക്കുന്നത് അവന്തികയും അർച്ചനയും കൂടി മലമുകളുടെ ഒരറ്റത്തായി സച്ചിയും മറ്റുമൊക്കെ കാണാതെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് അർച്ചനയുടെ കാല് തന്നെ പോകുമ്പോൾ അവന്തിക അർച്ചനയെ പിടിക്കുന്നു. നിന്നെ ഈ മലമുകളിൽ വെച്ച് ഇല്ലാതാക്കാൻ തന്നെയാടി ഞാൻ നിന്റെ ഒപ്പം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കൈവിടുകയാണ്. പെട്ടെന്ന് തന്നെ അർച്ചന താഴേക്ക് വീഴുന്നു. അങ്ങനെ അവന്തിക അവിടുന്ന് പോകുമ്പോൾ നിലവിളി കേട്ടുകൊണ്ട് ഓടി വരുന്ന ആനന്ദിനെയാണ് കാണിക്കുന്നത്. ആനന്ദ് അർച്ചനയുടെ കൈ പിടിച്ച് താങ്ങി നിർത്തുകയും അർച്ചനയെ മുകളിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഷൺമുഖൻ സച്ചിയെ കുത്താൻ ഒരുങ്ങുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു വെടിവെച്ച് കേട്ടുകൊണ്ട് എല്ലാവരും ഞെട്ടലോടെ പുറകിലേക്ക് നോക്കുമ്പോൾ ഗിരിധർ ഒരു തോക്കുമായി അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഗിരിധറിനെയും തോക്കും ഒക്കെ കൂടി കണ്ടിട്ട് ആ ഗുണ്ടകള് പേടിയോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.